ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം കൊണ്ടും കാലാവസ്ഥയുടെ സവിശേഷതയാലും ഇടുക്കി മറ്റു ജില്ലകളിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു. വികസനത്തിന്റെ അളവുകോൽ വെച്ച് നോക്കിയാൽ മലയോര പ്രദേശമായ ഇവിടം ഇന്നും പിന്നോക്കാവസ്ഥയിൽ തുടരുന്നു. 50% പട്ടികവർഗ കുടുംബങ്ങളാണ് ഇവിടുള്ളത്. ഭൂരിഭാഗം ജനങ്ങളും കർഷകരുമാണ്. നമുക്കാവശ്യമായ പച്ചക്കറികളിൽ ഭൂരിഭാഗവും ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇടുക്കി ജില്ലയിലെ ഒരു സമ്പന്നമായ ഗ്രാമപഞ്ചായത്താണ് വാത്തിക്കുടി. 3 പാൽ സൊസൈറ്റികളിൽ മാത്രം 30,000 ലിറ്ററിൽ കൂടുതൽ പാൽ ദിവസവും സംഭരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി കുടുംബശ്രീ വനിതകൾ ചെയ്തുവരുന്ന പ്രധാന പ്രവർത്തനമാണ് സംഘകൃഷി. ഇവിടെയുള്ള തരിശുഭൂമി പ്രയോജനപ്പെടുത്തി കൃഷിയിൽ താൽപ്പര്യമുള്ള വനിതകൾക്ക് സ്വയം വരുമാനമുണ്ടാക്കുന്നതിനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുമാണ് കുടുംബശ്രീയുടെ ഈ സംരംഭം. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ ഭാഗമായി കുടുംബശ്രീ മുഖേന നടപ്പാക്കി വരുന്ന ഉപപദ്ധതിയാണ് സംഘകൃഷി. വനിതകളുടെ കഴിവും വൈദഗ്ധ്യവും മികച്ച പരിശീലനത്തിലൂടെ വികസിപ്പിച്ചെടുത്ത് മാസ്റ്റർ കർഷകരാക്കി ഇവരുടെ സേവനം പഞ്ചായത്തുകളിൽ പ്രയോജനപ്പെടുത്തുകയാണ് ഉദ്ദേശം. 1970 രൂപം കൊണ്ട പഞ്ചായത്താണ് വാത്തുകുടി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ആണ് കഴിയുന്നത്. ഒരു വിഭാഗം ആളുകൾ മൃഗസംരക്ഷണവും ആശ്രയിച്ച് കഴിയുന്നു. സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പഞ്ചായത്തിൽ കൂടുതലുള്ളത്. ഈ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തനവും കേരളത്തിലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട രീതിയിൽ പോകുന്ന ഒരു പഞ്ചായത്താണ്. കുടുംബശ്രീ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിരവധി JLG ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് കൃഷി രംഗത്ത് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് വാത്തുകുടി ഗ്രാമപഞ്ചായത്താണ്. 3 മാർക്കറ്റുകളിലായി കുടുംബശ്രീയുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിൽപ്പന നടത്തുന്നു. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ ആളുകളുടെ സഹകരണം വഴി നല്ല രീതിയിൽ ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുവരാൻ ഈ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 5.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടപ്പാക്കാൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക്, സ്ത്രീ തൊഴിലാളികൾക്ക് 100 ദിവസം പണി കൊടുക്കാൻ സാധിച്ച ഗ്രാമപഞ്ചായത്ത് എന്ന ഒരു അവാർഡും കൂടി നേടുവാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീയിലെ ആളുകൾ AD സംവിധാനവും CD സംവിധാനവും ഉൾപ്പെടുത്തിക്കൊണ്ട് മേറ്റുമാരായി അവർ രംഗത്തേക്ക് വരികയും അവരുടെ ഒരു പ്രവർത്തന ശേഷി കൊണ്ട് ഈ പദ്ധതി കാര്യക്ഷമമായ രീതിയിൽ പഞ്ചായത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചു വരുന്നു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ബിന്ദു സ്കറിയയുടെ നേതൃത്വത്തിൽ ഇവിടെ പാവൽ, പയറ്, വാഴ, കപ്പ, നെല്ല്, ഇഞ്ചി തുടങ്ങിയ കൃഷി ചെയ്യുന്നു. ഇവരുടെ പ്രവർത്തന മികവും നേതൃപാഠവും കണക്കിലെടുത്ത് കേരളത്തിലെ മികച്ച കർഷകർക്കുള്ള അവാർഡ് 2012 മുഖ്യമന്ത്രി നൽകുകയുണ്ടായി. കൂടാതെ ദേശീയ തലത്തിൽ ഗുജറാത്തിൽ 2013 സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് ബിന്ദു സ്കറിയ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ വാത്തിക്കുടി പഞ്ചായത്തിനെ ദേശീയ ശ്രദ്ധയിൽ എത്തിക്കാനും ഈ കുടുംബശ്രീ കൂട്ടായ്മയുടെ സംഘകൃഷിക്ക് കഴിഞ്ഞു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ JLG ഗ്രൂപ്പുകൾ രൂപീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് സംഘകൃഷിയായിട്ട് ആരംഭിച്ച ഞങ്ങൾ 4 പേർ ചേർന്ന് JLG ഗ്രൂപ്പ് രൂപീകരിക്കുകയും അതിലേക്ക് ജൈവ കൃഷിയായിട്ട് ബന്ധപ്പെടുത്തിയ ഗ്രൂപ്പുകൾ വന്നപ്പോൾ കൃഷിയെ എങ്ങനെ മുഖ്യമായി എടുക്കാമെന്നതിലൂടെ പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും മികച്ച മാസ്റ്റർ കൃഷിയായിട്ട് ഒരു പ്രസൻറ്റേഷൻ നടത്തുകയും അതിൽ നിന്ന് മികച്ച മാസ്റ്റർ കൃഷിയായിട്ട് തിരഞ്ഞെടുക്കുകയും ജില്ലാതലത്തിൽ 54 പഞ്ചായത്തിൽ നിന്നും പ്രതിനിധാനം ചെയ്തെത്തിയ ആളുകളുടെ ഇടയിലേക്ക് ഈ പ്രസൻറ്റേഷൻ കൊണ്ടുവന്ന് ജില്ലാതലത്തിൽ മികച്ച മാസ്റ്റർ കൃഷിയായി തിരഞ്ഞെടുക്കുകയും അതിൽ കൂടി സംസ്ഥാനത്ത് ഏറ്റവും മികച്ച മാസ്റ്റർ കൃഷിയായിട്ട് തിരഞ്ഞെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി തൻ്റെയിടം ജെൻഡർ ഫെസ്റ്റ് എന്ന പേരിൽ 100 വനിതകളെ ആദരിച്ചപ്പോൾ അതിൽ നിന്നും 10,000 രൂപയുടെ അവാർഡ് ലഭിച്ചു. അതോടൊപ്പം തന്നെ ആത്മീയമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് സർക്കാരിൻ്റെ ഒരു അവാർഡ് 51,000 രൂപയും പ്രശസ്ത പത്രവും ലഭിക്കുകയുണ്ടായി. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ജൈവ കൃഷി മികച്ച രീതിയിൽ വ്യാപിപ്പിക്കുവാനുമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ JLG കൃഷിയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. 1.5 ഏക്കർ സ്ഥലത്താണ് പാവൽ കൃഷി ചെയ്തിരിക്കുന്നത്.
ഒരു ചുവട്ടിൽ 4-5 തൈകൾ നടുന്നു. ഓരോ ചുവടുകൾ തമ്മിൽ 12-13 അടി അകലം ആവശ്യമാണ്. എല്ലുപൊടി, ചാണകപ്പൊടി, പിണ്ണാക്കുപൊടി തുടങ്ങിയവ ഇട്ട് നടുന്നു. വള്ളി വീശി തുടങ്ങുമ്പോൾ പന്തലിടുന്നു. ഈ പന്തലിലേക്ക് പടർന്നു കയറാൻ സൗകര്യമൊരുക്കുന്നു. ശ്രദ്ധയോടെയുള്ള പരിചരണം ആവശ്യമാണ്. മഴയില്ലെങ്കിൽ ഇടയ്ക്ക് നനച്ചു കൊടുക്കണം. 1.5 മാസം കഴിയുമ്പോൾ കള പറിക്കണം. പാവലിന്റെ ചുവട് ഇളക്കി ഒരു വളം കൂടി ചെയ്യണം. നല്ലതുപോലെ പടർന്നു തുടങ്ങിയാൽ ഒരു പ്രാവശ്യം ബോഡോ മിശ്രിതം തളിക്കും. കീടാണുക്കളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്. പൂവിട്ടു തുടങ്ങിയാൽ വെളുത്തുള്ളിയും പുകയിലയും കൂടി തിളപ്പിച്ചാറിയ വെള്ളം സ്പ്രേ ചെയ്യും. ചീയുന്ന ഇലകൾ ഉടൻ തന്നെ പറിച്ചു കളയണം. ഒരു കീടനാശിനിയും തളിക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. വിളവെടുപ്പ് തുടങ്ങിയാൽ 40 പ്രാവശ്യം ചെത്താൻ സാധിക്കും. ഒരു ചെത്തിന് 800 മുതൽ 1000 കിലോ വരെ പാവയ്ക്ക കിട്ടും. ഒരു സീസണിൽ കുരുടനും വേസ്റ്റും ഒക്കെ നീക്കിയാലും 40,000 കിലോ പാവയ്ക്ക വരെ ലഭിക്കും. അടുത്ത കടകളിലും ഗവൺമെന്റ് വിപണിയിലും കച്ചവടം ചെയ്യും. കിലോയ്ക്ക് 30 മുതൽ 35 രൂപ വരെ കർഷകന് ലഭിക്കുന്നു. ഈ കുടുംബശ്രീയിലെ 4 കർഷകരാണ് പാവൽ കൃഷി ചെയ്യുന്നത്. പണിക്കൂലിയും ചിലവും കഴിഞ്ഞാലും 60% വരെ ലാഭമുണ്ടാക്കാൻ സാധിക്കുന്നു. ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് പാവൽ കൃഷിയിൽ ഇങ്ങനെ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. പാവൽ കൃഷി നടുകയും അതിന് ജൈവവളം മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പാവലിൽ നിന്ന് ഞങ്ങൾക്ക് മെച്ചമായ ആദായം ലഭിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ പഠനം എല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജൈവവളം ഉപയോഗിക്കുന്നതുകൊണ്ട് മാർക്കറ്റിലും മറ്റുള്ളവർക്കും രാസവളം അല്ലാത്തതുകൊണ്ട് പാവയ്ക്ക എപ്പം വേണമെങ്കിലും നമുക്ക് വിപണിയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ദോഷകരമായ ഒരു വളങ്ങളും പാവലിന് ഞങ്ങൾ അടിക്കുന്നുമില്ല, അതിന് ഇടുന്നുമില്ല. അതുപോലെ തന്നെ പാവൽ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തടം എടുക്കുകയും 4 ദിവസം കൊണ്ട് പാവയ്ക്ക പൂരിപ്പിച്ച് തടത്തിൽ വയ്ക്കുകയുമാണ് ചെയ്യുന്നത്. അതൊരു തടത്തിൽ 4 അരി വീതം കണക്കാക്കി നമ്മൾ നടുന്നു, പന്തലിരിക്കുന്നു. മഴപ്പാവലാണ് കൂടുതലായിട്ട് നമ്മളിടുന്നത്. വേനൽപ്പാവലിന് കേട് കൂടുതലായിരിക്കും. മഴപ്പാവലിൽ നിന്ന് നമുക്ക് സംതൃപ്തിയായ നമുക്ക് ആദായം ലഭിക്കുന്നു. ഇതേ കുടുംബശ്രീയിലെ അടുത്ത 4 കർഷകർ ചേർന്ന് വാഴ കൃഷി ചെയ്യുന്നു. ഒരേക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. ഒരേക്കറിൽ 1200 വാഴകളാണ് നടുന്നത്. ആദ്യം വാഴക്കന്നുകൾ ചാണകവെള്ളത്തിൽ മുക്കി ഉണക്കിയെടുക്കുന്നു. കീടാണുക്കളുടെ ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്. 5 അടി 6 അടി അകലത്തിൽ കുഴി കുത്തുന്നു. ഈ കുഴിയിൽ ചാരം, പച്ചിലകൾ, ചാണകപ്പൊടി തുടങ്ങിയവ ഇട്ട് ഈ വാഴക്കന്നുകൾ നടുന്നു. 2-3 ഇലകൾ വന്നു കഴിഞ്ഞാൽ പിണ്ണാക്ക്, എല്ലുപൊടി തുടങ്ങിയവയും ചുവട്ടിൽ ഇട്ടുകൊടുക്കുന്നു. 3-4 അടി പൊക്കമായി കഴിഞ്ഞാൽ പുഴുശല്യം ഒഴിവാക്കാനായി ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുന്നു. 11 മാസം കൊണ്ട് വാഴ വിളവെടുപ്പിന് പാകമാകും. കുല വലുതാകുന്നതനുസരിച്ച് ഒടിഞ്ഞു പോകാതിരിക്കാൻ താങ്ങു കൊടുക്കുകയും കായ പൊതിഞ്ഞിടുകയോ ഒക്കെ അല്ലാതെ മറ്റ് ചിലവുകളൊന്നും പിന്നീടില്ല. സാധാരണയായി 10 മുതൽ 12 കിലോ വരെ തൂക്കമുള്ള കുലകൾ കിട്ടും. ഒരു വിളവെടുപ്പിൽ 70 മുതൽ 75,000 രൂപ വരെ ലാഭമുണ്ടാകും. ഞങ്ങൾ വാഴവിത്ത് മേടിച്ചു കൊണ്ടുവന്ന് ചാണകം കലക്കി മുക്കി അത് ഉണങ്ങി കഴിയുമ്പോൾ തടമെടുത്ത് അത് ജൈവവളങ്ങൾ, അതായത് ചാണകപ്പൊടിയും എല്ലാം ചേർത്ത് വാഴ കുഴിച്ചു വെക്കുകയും അതോടൊപ്പം തന്നെ അത് വളർന്നു വരുമ്പോഴും അതിൻ്റെ കളകളെല്ലാം പറിക്കുകയും
ചെയ്ത് കൂടുതൽ ഞങ്ങൾ ഒട്ടും രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെയാണ് ഇത് നടത്തുന്നത്. രാസവളങ്ങൾ ഉപയോഗിക്കാത്ത ഫലങ്ങൾക്ക് നല്ല വിലയാണ്. അത് ഞങ്ങൾ വിപണിയിൽ എത്തിക്കുകയും ഇതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുട്ടികളുടെ പഠനം, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറ്റി കിട്ടുന്നുണ്ട്. നല്ല ആദായം ലഭിക്കുന്ന ഒരു കൃഷിയാണ് വാഴക്കൃഷി. ഏത്തവാഴയ്ക്കാണ് ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ഇത് മെച്ചപ്പെട്ട ആദായത്തോടു കൂടി ഇത് നടത്തിക്കൊണ്ട് പോവുകയാണിപ്പോൾ. നെൽകൃഷി കേരളത്തിൽ സാധാരണയാണെങ്കിലും ഹൈറേഞ്ചിൽ നെല്ല് കൃഷി ചെയ്യുന്നത് വിസ്മയമുളവാക്കുന്ന അനുഭവമാണ്. നെൽകൃഷി 2 ഏക്കറിൽ കൃഷി ചെയ്യുന്നു. ഓരോ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഈ കൃഷി 2 പ്രാവശ്യം ചെയ്യുന്നു. വേനൽക്കാലത്തേക്ക് വെള്ളം ബണ്ട് കെട്ടി ശേഖരിച്ചു വെച്ച് ഉപയോഗിക്കും. ബയോഗ്യാസിന്റെ വേസ്റ്റ് സ്ലറിയും ചാണകവും കൂടിയിട്ട് കിളച്ച് നിലമൊരുക്കിയെടുക്കും. അതിലാണ് വിത്ത് വിതയ്ക്കുന്നത്. പിന്നെ വേറെ വളങ്ങൾ ഒന്നും ചെയ്യാറില്ല. കള പറിക്കും. വീണ്ടും ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം ജൈവവളം 1 പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കും. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതല്ല. ഇവിടെ വിളയുന്ന നെല്ല് സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും. മാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡ് പടമുഖം എന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ JLG ഗ്രൂപ്പിലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. 4 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഞങ്ങൾ ഈ കൃഷി ചെയ്തു വരുന്നു. ഈ കൃഷിയുടെ മേന്മ എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ 4 പേരുടെയും വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള അരി ലഭ്യമാകുന്നു എന്നുള്ളതാണ്. പൊതുവെ ഹൈറേഞ്ചിൽ നെൽകൃഷി ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ JLGയുടെ ഈ ഗ്രൂപ്പ് നൽകുന്ന സബ്സിഡിയും അതിൻ്റെ ഗ്രാൻറ്റും ഞങ്ങൾക്ക് ഈ കൃഷി ചെയ്യുന്നതിന് വളരെ പ്രയോജനമായി തീർന്നിട്ടുണ്ട്. അത് ഞങ്ങളെ വീണ്ടും വീണ്ടും ഇത് കൃഷി ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു. 1 ഏക്കർ സ്ഥലത്ത് നിന്ന് ചുരുങ്ങിയത് 10 ടൺ പയർ കിട്ടും. പയർ സ്ഥലത്തിന്റെ ലഭ്യത അനുസരിച്ച് എല്ലാ വർഷവും ചെയ്യാറുണ്ട്. 1 ഏക്കറിൽ 600 മൂട് പയർ വരെ നടാൻ സാധിക്കും. ചെരിഞ്ഞ പ്രദേശമായതിനാൽ 2-2.5 അടി അകലത്തിൽ കുഴി കുത്തിയാണ് നടുന്നത്. ഒരു ചുവട്ടിൽ 4 മുതൽ 6 എണ്ണം വരെ വിത്തുകൾ നടും. എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ടാണ് സാധാരണയായി നടുന്നത്. 15 ദിവസം കഴിയുമ്പോൾ ചാണകവെള്ളം കലക്കി ഒഴിക്കും. വള്ളി വീശി പടർന്നു കയറി കഴിഞ്ഞാൽ പിണ്ണാക്കും ചാണകവെള്ളവും കലക്കി ചുവട്ടിലൊഴിക്കും. പടർന്നു കയറാനായി പന്തലിട്ട് കൊടുക്കും. ചാണകം, ഗോമൂത്രം, മത്തിത്തല, പിണ്ണാക്ക് ഇവയെല്ലാം കൂടി 15 ദിവസം പുളിപ്പിച്ച ശേഷം നേർപ്പിച്ച് കിട്ടുന്ന വെള്ളം സ്പ്രേ ചെയ്യുകയാണ് പതിവ്. അടുത്ത വളമായി ഉലുവ പൊടിച്ച് ചുവട്ടിലിട്ട് കൊടുക്കും. ഇത്രയൊക്കെ ചെയ്താൽ വലിയ കേടുകൂടാതെ ന്യായമായ വിള ലഭിക്കും. ഇടുക്കി ജില്ലയിലെ 53 പഞ്ചായത്തുകളിലും ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് സംഘകൃഷി ചെയ്തു വരുന്നു. ഇതിൽ ഏറ്റവും മികച്ചതായി കൃഷി ചെയ്തു തുടങ്ങിയത് വാത്തിക്കുടി പഞ്ചായത്തിലെ പെരുന്തൊട്ടി പ്രദേശത്തെ ശ്രേയസ് JLG ഗ്രൂപ്പാണ്. ശ്രേയസ് JLG ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം മറ്റ് എല്ലാ JLG ഗ്രൂപ്പുകൾക്കും മാതൃകയാണ്. കുടുംബശ്രീ മിഷൻ്റെ ഏറ്റവും നല്ല മാസ്റ്റർ കർഷകയായി ശ്രേയസ് ഗ്രൂപ്പിൻ്റെ സാരഥിയും നിലവിലെ CDS ചെയർപേഴ്സണുമായ ബിന്ദുസ് കറിയയ്ക്ക് ലഭിക്കുകയുണ്ടായി. തുടർന്നുള്ള പ്രവർത്തന മികവ് പരിഗണിച്ചുകൊണ്ട് കുടുംബശ്രീയിൽ നിന്നും ആത്മയിലേക്ക് കൃഷി വകുപ്പിൻ്റെ ആത്മ പദ്ധതി മുഖേന വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പേരിട്ട ഗ്ലോബൽ ഫാമേഴ്സ് ഉച്ചകോടിയിലേക്ക് കുടുംബശ്രീ ശ്രീമതി ബിന്ദുസ് കറിയയെ നിർദ്ദേശിക്കപ്പെടുകയും കേരളത്തിന് വേണ്ടി അവിടുന്ന് അംഗീകാരം ലഭിക്കുകയും ഉണ്ടായി. 1.5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് കപ്പ കൃഷി ചെയ്തിരിക്കുന്നത്. 4 മുതൽ 6 വരെ വനിതകൾ ഓരോ ഗ്രൂപ്പിലും കാണും. ഓരോ കുഴിയിലും ചാണകവും മണ്ണും കൂടി ഇളക്കി കൂന കൂട്ടിവെച്ച് അതിൽ നടും. ഓരോന്നും തമ്മിൽ 3 അടി അകലം ഉണ്ടായിരിക്കണം. കിളിർത്ത് പൊങ്ങുമ്പോൾ ഒരു വളം കൂടിയിട്ട് കൂന കൂട്ടിവെക്കും. ചാരം, പിണ്ണാക്ക്, ചാണകം തുടങ്ങിയവയാണ് വളമായി ഉപയോഗിക്കുന്നത്. സാധാരണയായി കീടനാശിനികളുടെ ആവശ്യം ഉണ്ടാകാറില്ല. 3 പ്രാവശ്യം കള പറിച്ച് ഇടയിളക്കി കൊടുക്കും.
നട്ട് 10 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. മിനിമം 150 ടൺ കപ്പ 1 ഏക്കറിൽ നിന്നും ലഭിക്കും. പച്ചക്കപ്പ കടയിൽ കൊണ്ടുപോയി വിൽക്കുകയും വാട്ടുകപ്പ കൃഷിസ്ഥലത്ത് വന്ന് വാങ്ങുകയും ചെയ്യും. 1 ഏക്കറിൽ നിന്ന് 1.5 ലക്ഷം രൂപ വരെ ലാഭം കിട്ടാറുണ്ട്. പ്രിയ JLG ഗ്രൂപ്പിൽ ഞങ്ങൾ കപ്പ ഇടാനായിട്ട് 1.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. അതിൽ പാട്ടക്കരാറായിട്ടാണ് മേടിച്ചത്. 15 രൂപ 1.5 ഏക്കർ സ്ഥലത്തിൽ പാട്ടത്തിനായിട്ട് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് പിന്നെ കാല എത്തി കപ്പ ഇടാനായിട്ട് സ്ഥലം ഒരുക്കി കഴിഞ്ഞ് ഏരി മാടിയിട്ട് കപ്പ തണ്ട് ഇട്ടു. കപ്പ ഇട്ട് കഴിഞ്ഞ് കാട് പറിച്ചു. ചാണകവും പിണ്ണാക്കും എല്ലാം കൂടി കലക്കി ഒഴിച്ച് പിന്നെ 3-4 പ്രാവശ്യമായിട്ട് കാട് പറിച്ചു ചെത്തി. അത് കഴിഞ്ഞ് പിന്നെ വിളവൊക്കെ എടുക്കാറാകുന്നേ ഉള്ളൂ. ഇഞ്ചി കൃഷിക്ക് വേണ്ടി കൃഷിസ്ഥലം ചെത്തി വരണ്ടി വൃത്തിയാക്കി നല്ലതുപോലെ കിളയ്ക്കും. അതിനുശേഷം കണ്ടം വെട്ടും. ചെറിയ തൂമ്പ കൊണ്ട് കുഴി കുത്തും. ആദ്യം കുമ്മായം തൂവും. അത് കഴിഞ്ഞ് എല്ലുപൊടിയിട്ട് ഇഞ്ചി കുഴിയിൽ വെക്കും. ചാണകം, വേപ്പിൻ പിണ്ണാക്ക് ഇവ കൂടിയിട്ട് കുഴി മൂടും. മൂടിയ കുഴിയുടെ മുകളിൽ ചവറിടും. ഇഞ്ചി കിളിർത്തു വരുമ്പോൾ ചവർ മാറ്റിക്കൊടുക്കും. ചുറ്റും കാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറിച്ചു മാറ്റി വരിപ്പ് പിടിക്കും. ചാണകവും പിണ്ണാക്കും കലക്കി ഒഴിക്കും. 3-4 പ്രാവശ്യം കള പറിക്കേണ്ടി വരും. 11 മാസം കൊണ്ട് വിളവെടുപ്പിന് സമയമാകും. ഗവൺമെന്റ് സൊസൈറ്റികളിൽ കൊണ്ടുപോയി വിൽക്കും. 1 കിലോ ഇഞ്ചിക്ക് 60 രൂപ വരെ കിട്ടും. 100 കിലോ ഇഞ്ചി നട്ടാൽ 1000 കിലോയായി പറിച്ചെടുക്കാൻ സാധിക്കും. എല്ലാ ചെലവും കഴിഞ്ഞ് 1 ഏക്കർ ഇഞ്ചി കൃഷിയിൽ നിന്ന് 1.5 ലക്ഷം രൂപ വരെ ലഭിക്കും. പാത്തിക്കുടി പഞ്ചായത്തിലെ ഉപ്പുതോട് വാർഡിൽ 17-ാം വാർഡിൽ ഞങ്ങൾ JLG പ്രിയ ഗ്രൂപ്പ് എന്ന സംഘം ഉണ്ടാക്കി. അതിനകത്ത് ഞങ്ങൾ 1 ഏക്കർ സ്ഥലം പാട്ടത്തിന് 10,000 രൂപയ്ക്ക് പാട്ടത്തിനെടുത്ത് ഇഞ്ചി കൃഷി ചെയ്തു വരുന്നു. ഇതിൻ്റെ വിളവെടുത്ത് ഞങ്ങൾ വിപണിയിൽ കൊണ്ടു കൊടുക്കും. വിപണിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് കുടുംബശ്രീയിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും നല്ല ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടത്താനും കുടുംബത്തിന് നല്ല സാമ്പത്തികം ഉണ്ടാകാനും ഇത് വളരെയേറെ ഞങ്ങളെ സഹായിക്കുന്നു. വിപണി മനസ്സിലാക്കി ശാസ്ത്രീയ മുറകൾ അവലംബിച്ച് കൃഷി ചെയ്താൽ കൃഷി എപ്പോഴും ആദായകരമായിരിക്കും. കൂട്ടായ്മയും കഠിനാധ്വാനവും കൂട്ടിനുണ്ടെങ്കിൽ കൃഷി ഉപജീവനം എന്നതിലുപരി അതിജീവനവുമാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആട് വളർത്തലിൽ പരിശീലനം. തേനീച്ച വളർത്തലിൽ ആനുകൂല്യം. കാർഷിക വാർത്തകൾ വിശദമായി. ആട് വളർത്തൽ രംഗത്തേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിനും ആട് ഫാമുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി 4 ദിവസം ദൈർഘ്യമുള്ള ആട് വളർത്തൽ പരിശീലന പരിപാടി മിൽമ ട്രെയിനിംഗ് സെന്റർ നടത്തിവരുന്നു. തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ നവംബർ 25 മുതൽ 28 വരെ ആയിരിക്കും അടുത്ത ബാച്ചിന്റെ പരിശീലനം. താൽപ്പര്യമുള്ളവർ നവംബർ 20 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 269 5869. ഫിഷറീസ് വകുപ്പിന്റെ ഏജൻസിയായ സ്റ്റേറ്റ് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് സൊസൈറ്റി ഫിർമ മലമ്പുഴ റിസർവോയറിൽ നടത്തുന്ന കൂടുകളിലെ മത്സ്യകൃഷി പദ്ധതിക്ക് ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 5 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു.
റബ്ബർ ബോർഡിന്റെ കോട്ടയത്തുള്ള ഗവേഷണ കേന്ദ്രം, പ്രാദേശിക മണ്ണു പരിശോധനാശാലകൾ എന്നിവിടങ്ങളിൽ റബ്ബർ തോട്ടങ്ങളിലെ മണ്ണും ഇലയും പരിശോധിക്കുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ റബ്ബർ ബോർഡിന്റെ സഞ്ചരിക്കുന്ന മണ്ണു പരിശോധനാശാലകളും ഈ സേവനം നൽകി വരുന്നു. റബ്ബർ കർഷകർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് റബ്ബർ ബോർഡ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048123533311. അഗ്രി ബിസിനസ് വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രശസ്ത ബഹുമതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അവാർഡ് കേരള കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ എ സുകുമാരന്. ആഗോള സാമ്പത്തിക പുരോഗമന ഗവേഷണ സംഘടനയുടേതാണ് പ്രശസ്തി പത്രവും ഫലകവും സുവർണ പതക്കവും അടങ്ങുന്ന അവാർഡ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 19-ന് ചെന്നൈയിൽ സംഘടിപ്പിച്ച ദേശീയ ഐക്യ സമ്മേളനത്തിൽ സഹകരണ ബാങ്കിംഗ് കോളേജ് അസോസിയേറ്റ് ഡീനും അഗ്രി ബിസിനസ് MBA സ്ഥാപക മേധാവിയുമായ ഡോക്ടർ എ സുകുമാരന് അവാർഡ് സമ്മാനിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പഞ്ചായത്തിലുള്ള നെടിയാംകോട് മൃഗാശുപത്രിയിൽ നടപ്പിലാക്കി വരുന്ന ജനകീയാസൂത്രണ പദ്ധതികളായ ആടുവളർത്തൽ, തൊഴുത്ത് നിർമ്മാണം, കാലിത്തീറ്റ വിതരണം എന്നിവയിലെ ഗുണഭോക്താക്കൾ നെടിയാംകോട് മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റണമെന്ന് വെറ്ററിനറി സർജൻ അറിയിച്ചു. തേനീച്ച വളർത്തലിന് വിവിധ ബോർഡുകൾ ആനുകൂല്യങ്ങൾ നൽകുന്നു. റബ്ബർ ബോർഡ് ഒരു വ്യക്തിക്ക് 4 തേനീച്ച പെട്ടികളും മറ്റു അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നു. കൂടാതെ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് 30,000 രൂപ വരെ സബ്സിഡിയോടെ ലോൺ ലഭിക്കും. ഖാദി ബോർഡ് 2 ലക്ഷം രൂപ സബ്സിഡിയോടെ 5 ലക്ഷം രൂപ വരെ വ്യക്തികൾക്ക് ലോൺ നൽകും. കൂടാതെ 40% വരെ സബ്സിഡിയോടെ ചെറിയ ലോണുകളും നൽകും. 3.5 ലക്ഷം രൂപയുടെ ഈച്ചയും പെട്ടിയും കുറഞ്ഞ നിരക്കിൽ ഹോർട്ടികോർപ്പ് നൽകുന്നു. 10 പേരടങ്ങുന്ന ഗ്രൂപ്പിനാണ് 10,000 രൂപ നിരക്കിൽ ഈച്ചയും പെട്ടിയും ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവനുമായി ബന്ധപ്പെടണം. കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച ക്യാബേജ്, കോളിഫ്ലവർ തൈകൾക്ക് പുറമെ മുളക്, വഴുതന, തക്കാളി, ചീര, പയർ തുടങ്ങിയ പച്ചക്കറി വിത്തുകളും വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. സർവകലാശാലയുടെ ഇതര ഗവേഷണ കേന്ദ്രങ്ങളിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും വിത്തും നടീൽ വസ്തുക്കളും ലഭ്യമാണ്. കുളമ്പ് രോഗം വ്യാപകമായ സാഹചര്യത്തിൽ കൊല്ലം പരവൂർ നഗരസഭ കുളമ്പ് രോഗ പ്രതിരോധ മരുന്ന് വാങ്ങുന്നതിനായി മൃഗാശുപത്രിക്ക് ഫണ്ട് അനുവദിച്ചു നൽകിയിട്ടുണ്ട്. ക്ഷീര കർഷകർ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് കന്നുകാലികൾക്ക് ചികിത്സ തേടണമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. SHM പദ്ധതി പ്രകാരം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ സൗജന്യ നിരക്കിൽ കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവനിൽ നിന്നും വിതരണം ചെയ്യുന്നു. വാഴത്തൈകൾ ആവശ്യമുള്ള കർഷകർ കൃഷിഭവനിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിന്റലിന് 16,000 രൂപ, റബ്ബർ RSS 5 ക്വിന്റലിന് 15,250 രൂപ, വെളിച്ചെണ്ണ ക്വിന്റലിന് 9,900 രൂപ, കൊപ്ര ക്വിന്റലിന് 7,000 രൂപ, കുരുമുളക് ക്വിന്റലിന് 46,500 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 6,100 രൂപ, നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 5,700 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ. ഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 46,500 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 44,500 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് ക്വിന്റലിന് 45,000 രൂപ, വയനാടൻ കുരുമുളക് ക്വിന്റലിന് 46,000 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിന്റലിന് 6,950 രൂപ, തളിപ്പറമ്പ് 6,400 രൂപ, കാസർഗോഡ് 6,700 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ ക്വിന്റലിന് 10,267 രൂപ, കോട്ടയം 10,000 രൂപ, ആലപ്പുഴ 9,500 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.8, 25.5. കൊച്ചി 31.2, 23.4. ആലപ്പുഴ 30.5, 25. പുനലൂർ 31.5, 22.5. തിരുവനന്തപുരം 31.5, 24.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.